ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു ക്രിസ്മസ് പുൽക്കൂടും ക്രിസ്മസ് ട്രീ ഒക്കെ ഒരുക്കുന്നത് കണ്ടാലോ. ഇവിടെ കൃത്യമായിട്ട് അമ്മ ക്രിസ്മസ് പുൽക്കൂട് ഒരുക്കുന്നതാണ് കേട്ടോ. അത് ഞങ്ങളൊക്കെ വരുന്നതിന് മുമ്പേ അമ്മ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ വന്നതിന് ശേഷം ഞങ്ങളും കൂടെ ഒന്ന് ഹെൽപ്പ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അമ്മ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷം മുതലാണ് ഈ ഒരു സാധനം വെച്ചിട്ട് പുൽക്കൂട് ഉണ്ടാക്കുന്നത്. ഇതെന്താണ് സാധനം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൺലൈനായിട്ട് വാങ്ങിച്ചതാണ്. ഈ കുട്ടികൾക്ക് കളിക്കുന്ന വീടുണ്ടല്ലോ, അതാണ് കേട്ടോ ഇത്. അതിൽ ചെറിയ ഈ കമ്പ് കൊണ്ടാണ് ഞാൻ ഈ ചെറിയ പുൽക്കൂടാക്കിയിട്ടുള്ളത്. സാധാരണ വലിയ കമ്പാണ് ഉണ്ടാകുന്നത്. ഇപ്രാവശ്യം ചെറുത് മതിയെന്ന് വിചാരിച്ചിട്ട് ചെറുതാക്കിയതാണ് കേട്ടോ. സാധാരണ അമ്മ നമ്മളുടെ വിറക് കഷ്ണങ്ങളൊക്കെ വെച്ചിട്ടാണ് കേട്ടോ പുൽക്കൂട് ഉണ്ടാക്കുന്നത്. ഇത് കഴിഞ്ഞ വർഷം മുതൽ നമ്മളുടെ കയ്യിലുള്ളത് കൊണ്ട് അങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കിയപ്പോൾ പുൽക്കൂടായി. പക്ഷേ കഴിഞ്ഞ വർഷം ഇതിനെക്കാട്ടും വലുതായിരുന്നു. ഈ വർഷം നമ്മൾ അതിൻ്റെ ചെറുതെടുത്തിട്ട് ചെറിയ പുൽക്കൂടാക്കാമെന്ന് വിചാരിച്ചിട്ട്. കാരണം എന്ന് വെച്ചാൽ പുല്ല് കിട്ടാൻ ഇത്തിരി ക്ഷാമമാണ്. അതുകൊണ്ടാണ് ചെറിയ പുൽക്കൂട് മതിയെന്ന് തീരുമാനിച്ചത്. അല്ലെങ്കിലും ചെറുതാകുമ്പോൾ ഒരു പ്രത്യേക ഭംഗി ഉണ്ടാവുമല്ലോ കാണാൻ. അങ്ങനെ നമ്മൾ ആ കമ്പ് വെച്ചിട്ട്, അതിന് കമ്പ് എന്നാണോ എന്താ പറയാമെന്ന് എനിക്ക് കറക്റ്റ് അറിഞ്ഞൂടാ, അത് വെച്ചിട്ട് നമ്മളൊരു പുൽക്കൂടിൻ്റെ ഒരു രൂപം ഉണ്ടാക്കി. ഇതിൽ ഫ്രണ്ടിൽ വെക്കുന്ന സാധനമൊന്നും അതിൻ്റെ ഇത് മാച്ച് ആകുന്നുണ്ടായിരുന്നില്ല. അതിന് അമ്മ എന്തൊക്കെയോ ചെറിയ വിറക് പോലത്തെ കഷ്ണങ്ങളൊക്കെ കൊണ്ടുത്തന്ന് അതൊക്കെ വെച്ച്. അപ്പോൾ ഞാനും അമ്മയായിരുന്നേ തുടക്കം ഇട്ടത്. അപ്പോഴത്തേക്കും ലാലുവേട്ടനെത്തിയിട്ട് പിന്നെ ലാലുവേട്ടൻ കുറേ കാര്യങ്ങൾ ഹെൽപ്പ് ചെയ്ത് തന്നു കേട്ടോ. അപ്പോൾ ഞാൻ പറയുന്നുണ്ടായിരുന്നേ, വീഡിയോയിൽ ലാലുവേട്ടനെ മാത്രമേ കാണുള്ളൂ, നമ്മളൊന്നും ചെയ്തില്ല എന്ന് പോലെ ആവും. പക്ഷേ ലാലുവേട്ടൻ കുറേ കാര്യങ്ങൾ നമുക്ക് സെറ്റ് ചെയ്ത് തന്ന്. അപ്പം അങ്ങനെ ഒരു രൂപത്തിൽ പുൽക്കൂടാക്കി വെച്ച് ഇനി അതിൻ്റെ മേലെ ഇടാനുള്ള പുല്ല് വേണം. അത് നമുക്കിന്ന് അഡ്ജസ്റ്റ് ചെയ്യാം, അല്ല നമുക്ക് അറേഞ്ച് ചെയ്യാം എന്ന് വിചാരിച്ച് നിൽക്കുകയാണ്. അതിനുശേഷം നമ്മൾ ക്രിസ്മസ് ട്രീ ഒരുക്കുകയാണ്. ഇതിപ്പോൾ കഴിഞ്ഞ വർഷം മുതലാണ് കേട്ടോ ക്രിസ്മസ് ട്രീ ഒരുക്കി തുടങ്ങിയത്. ഇത് നമ്മളുടെ എന്താ സാധനം എന്ന് വെച്ചാൽ നമ്മുടെ കുട്ടിക്ക് കിട്ടുന്ന ബേബി ചെയർ ഉണ്ടല്ലോ, ഫുഡ് കഴിക്കാൻ കിട്ടുന്ന ഹൈ ചെയർ, അതിൻ്റെ കാലാണ് കേട്ടോ ഇത് കഴിഞ്ഞ പ്രാവശ്യം കണ്ടപ്പോൾ എനിക്കൊരു ഐഡിയ തോന്നിയിട്ട് ഞാൻ ഉണ്ടാക്കി നോക്കി. അപ്പോൾ ഈ വർഷവും അത് തന്നെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളൊരു ചെറിയൊരു സ്റ്റൂളിൻ്റെ മുകളിൽ ഇത് വെച്ചിട്ട് ഇങ്ങനെ ഒരു സെലോ ടൈപ്പ് വെച്ച് ഒട്ടിക്കുകയാണ് കേട്ടോ ഇത്. എന്നാൽ പിന്നെ അതവിടെ നിന്നോളും. എന്നിട്ട് അതിന് വേണ്ട പച്ച നമ്മുടെ പുല്ല് പോലത്തെ ആ സാധനം ഉണ്ടല്ലോ, അതിനൊന്നും കറക്റ്റ് പേരൊന്നും എനിക്കറിയില്ല കേട്ടോ. അതുകൊണ്ടാണ് അതിനൊന്നും കറക്റ്റ് പേര് പറയത്തത്. ഈ സാധനമൊക്കെ നമ്മൾ കഴിഞ്ഞ വർഷം വാങ്ങിച്ച് വെച്ചതാണ്. ഇത് നമ്മൾ കഴിഞ്ഞ വർഷം മുതലാണ് കേട്ടോ ഉണ്ടാക്കി തുടങ്ങിയത്. കാരണം നമ്മളുടെ കയ്യിൽ ബേബി ചെയർ കിട്ടിയിട്ട് വസു ജനിച്ചതിന് ശേഷമാണ് നമുക്ക് ബേബി ചെയർ കിട്ടിയിട്ടുണ്ടായിരുന്നത്, ഹൈ ചെയർ. അതിന് ശേഷമാണല്ലോ നമുക്ക് ഈ ബുദ്ധി വന്നത്. അപ്പം അതിൻ്റെ മുകളിൽ ഇതൊക്കെ ചുറ്റിയിട്ട് നമ്മളൊരു ക്രിസ്മസ് ട്രീ അങ്ങോട്ട് ഒരുക്കുകയാണ് കേട്ടോ. ഇതിൻ്റെ മുകളിൽ ഹാങ് ചെയ്യേണ്ട കുറേ ഡെക്കറേഷൻ ഐറ്റംസൊക്കെ നമ്മൾ കഴിഞ്ഞ വർഷം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ അമ്മ നല്ല പൊന്നുപോലെ കൊണ്ടുവച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതൊന്നും എടുത്ത് ഹാങ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുമില്ല കേട്ടോ. അപ്പം അപ്പോഴത്തേക്കും വസുമോൻ എണീറ്റ് വന്ന്, വസുമോൻ അതിന് മുകളിൽ വെക്കുന്ന എല്ലാ സാധനങ്ങളും വേണം. ഒന്നോ രണ്ടോ സാധനങ്ങളൊക്കെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ കുറേ നേരം എടുത്തിട്ട് ചെയ്ത പരിപാടിയാണ്. അതാണ് ഇത്രയും ഫാസ്റ്റാക്കിയിട്ട് ചെയ്യുന്നത്. കാരണം അതൊക്കെ നിങ്ങൾ കണ്ടാൽ ബോറടിക്കും. പിന്നെ രാത്രി ആയപ്പോൾ നമുക്ക് താഴത്തേക്ക് കുറച്ചുകൂടെ ഈ പച്ച പുല്ലിൻ്റെ കുറച്ച് കുറവുണ്ടായിരുന്നു. അത് രാത്രി ലാലോട്ടം വരുമ്പോൾ കൊണ്ടുവന്നതിന് ശേഷം നമ്മളതൊക്കെ ചുറ്റി ബാക്കി കുറച്ച് ഹാങ്ങിങ് ഐറ്റംസും കൂടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ. അതും കൂടെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മളുടെ ക്രിസ്മസ് ട്രീ ആയിട്ടുണ്ട് കേട്ടോ. ഇത് കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക സന്തോഷമല്ലേ അല്ലേ? ഭയങ്കര ഒരു ഫെസ്റ്റിവൽ സീസൺ അല്ലേ, ഫെസ്റ്റിവൽ മൂഡൊക്കെ വരുന്നത് പോലെ ഉണ്ടാവും. അപ്പോൾ ഇത് അമ്മ കൃത്യമായിട്ട് ചെയ്യുന്നത് കൊണ്ട് നമ്മളും ഇങ്ങനെ തുടർന്ന് പോകുന്നു, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് പിറ്റേന്നത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ പിറ്റേന്നാണ് നമ്മൾ പുല്ല് അറേഞ്ച് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നത്. നമ്മൾ വിചാരിച്ചതുപോലെ അത്രയ്ക്ക് അങ്ങോട്ട് റിസ്ക് ആയിരുന്നില്ല പുല്ലിൻ്റെ കാര്യത്തിൽ. വളരെ നല്ലൊരു ചേച്ചി നമുക്ക് കുറേ പുല്ല് തന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നമ്മൾ ആ പുല്ലൊക്കെ കൊണ്ടുപോയി വെച്ച് നമ്മളിത് ആ പുൽക്കൂട് സെറ്റാക്കുകയാണ് കേട്ടോ. ഇതും ഈ പറഞ്ഞതുപോലെ കുറേ നേരമായിട്ട് വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. അത് ഞാൻ കുറച്ച് ഭാഗങ്ങൾ മാത്രം എടുത്ത് കാണിക്കുന്നതേ ഉള്ളൂ ഫാസ്റ്റായിട്ട്. അപ്പോൾ ഈ പുല്ല് വെക്കാൻ എന്നുള്ളതൊരു ഇത്തിരി പാടാണ്. കാരണം നമ്മൾ വെക്കുമ്പോൾ അതിങ്ങോട്ടേക്ക് കഴിഞ്ഞു പോകും. അതവിടെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ചരട് പോലത്തെ സാധനം നമ്മൾ ഫുള്ളായിട്ട് കെട്ടി വെച്ചത്. അതുകൊണ്ട് കുറച്ചൊക്കെ അങ്ങോട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പുൽക്കൂടൊക്കെ സെറ്റാക്കി വെച്ചു. ഇതിപ്പോൾ നമ്മൾ ക്രിസ്മസിൻ്റെ തലേന്നാണ് കേട്ടോ സെറ്റാക്കി വെക്കാറ്. എന്നിട്ടിത് നമ്മൾ ന്യൂ ഇയറൊക്കെ കഴിഞ്ഞാലാണ് കേട്ടോ അഴിച്ചു വെക്കാറ്. അപ്പോൾ ഇതൊരു രസം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷമാണ് കേട്ടോ ഞാനിങ്ങനെ പുൽക്കൂടൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയത്. എൻ്റെ വീട്ടിലൊന്നും ഇങ്ങനത്തെ പരിപാടിയില്ല. അങ്ങനെ ഗംഗാപ്പനുണ്ട്, അമ്മയുണ്ട്, വികമോളുണ്ട്, സാൻവിമോളുണ്ട്, ലാലോടനുണ്ട്, ഞങ്ങളെല്ലാവരും ഉണ്ട്. എല്ലാവരും കൂടെ അതങ്ങോട്ട് സെറ്റാക്കി വെച്ച് കേട്ടോ.
അപ്പോൾ നമ്മുടെ ട്രീയും എടുത്ത് അവിടെ വെച്ച് നമ്മളുടെ പുൽക്കൂടും സെറ്റാക്കി വെച്ച്, അപ്പോൾ ഇന്ന് മുതൽ നമ്മളുടെ അപ്പൂപ്പന്മാരൊക്കെ വരും. അപ്പോൾ കാണാനൊക്കെ നല്ല രസമായിരിക്കും. ഇതിങ്ങനെ ഉണ്ടാക്കുന്നതിനിടയിൽ ഞാനും ലാലോടിനൊരു 100 അടി കഴിഞ്ഞിട്ടുണ്ടാവുമേ. ഓരോ കാര്യത്തിന് ഫുൾ അഭിപ്രായ വ്യത്യാസങ്ങളായിരിക്കും. പക്ഷേ എങ്ങനെയെങ്കിലുമൊക്കെ ഞങ്ങളതങ്ങ് റെഡിയാക്കി എടുക്കും. അങ്ങനെ ഇനി ഇതിൻ്റെ മുകളിൽ ലൈറ്റ് ഹാങ് ചെയ്യണം. ആ പരിപാടികളൊക്കെ ലാലോടിനാണ് കേട്ടോ ചെയ്യുക. അത് നമുക്ക് അത്രക്കങ്ങോട്ട് അറിവില്ലാത്ത കാര്യമാണ്. അപ്പോൾ പിള്ളേർക്കൊക്കെ ഭയങ്കര സന്തോഷമായിട്ടുണ്ട്. പ്രത്യേകിച്ച് സാൻവിക്ക്, വിക ഇത്തിരി അങ്ങോട്ട് വലുതായല്ലോ, സാൻവിക്കായിരിക്കുമല്ലോ ഇതിനൊരു അതിശയം കാണാനൊക്കെ വസുവിനും. അപ്പോൾ ഞങ്ങളുടെ പുൽക്കൂട് ഇതാ റെഡി ആയിട്ടുണ്ട്. ഇവരിതാ അതിനുള്ളിൽ വെക്കേണ്ട എല്ലാവരും വെക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ലാലോടിനിതാ ലൈറ്റിൻ്റെ പരിപാടിക്ക് പോയിട്ടുണ്ട്. ഇതാണ് കേട്ടോ നമ്മളുടെ ഫൈനൽ പുൽക്കൂട്. അപ്പോൾ ലാലോടിനിങ്ങനെ ലൈറ്റൊക്കെ സെറ്റ് ചെയ്ത് ഇനിയിപ്പോൾ രാത്രിയിലത്തെ ഒരു വ്യൂ നമ്മൾ കാണിച്ചു തരാം. അപ്പോൾ നമ്മളുടെ ഒരു പുൽക്കൂട് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഇത്. ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇത്രയും നേരം കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഞങ്ങളുടെ ചാനൽ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇനിയും വീഡിയോസൊക്കെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ശരി, ബൈ. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഞങ്ങളുടെ ഫാമിലിയുടെ ക്രിസ്മസ് ആശംസകൾ.